ഞാൻ ഷബാന ഫാറൂഖ് മാഹിയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഹൈദരാബാദി മട്ടൻ ബിരിയാണിയാണ്. ഒതൻറ്റിക് ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇത് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഈ സവാള വറുത്ത് കോരാൻ വേണ്ടി ഇതിലേക്ക് ചേർക്കുക. ഇത് നല്ലവണ്ണം വറുത്ത് കോരി എടുക്കണം ഈ ഉള്ളി. ഇത് 1/2 കിലോ മട്ടനാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടി, ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ചെറുനാരങ്ങ, ഇതിലേക്ക് തൈര്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ചതച്ചത്, കുറച്ച് ജീരകവും ഏലക്കായും കൂടി പൊടിച്ചെടുത്തത്. ഉള്ളി നന്നായി വഴന്ന് വരുന്നുണ്ട്. ഇത് ഈ ഓയിലിൽ നിന്ന് ഞങ്ങൾക്ക് കോരിയെടുക്കാം. ഈ മട്ടനിലേക്ക് ഈ വറുത്ത് വെച്ച ഉള്ളി ചേർക്കുക. കുറച്ച് ഉള്ളി അവിടെ മാറ്റി വെക്കുക. ചോറ് ദമ്മിടുമ്പോൾ അതിൻ്റെ മേലെ ഇതരാൻ വേണ്ടി ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് മല്ലിയില കുറച്ച് കൂടുതൽ മല്ലിയില വേണം. ഇതിനെല്ലാം കുറച്ച് കൂടുതൽ വേണം. ഇതിൻ്റെ ഫ്ലേവറാണ് ഹൈദരാബാദി ബിരിയാണിക്ക് മുന്നിട്ട് നിൽക്കേണ്ടത്. ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇതിനി 1/2 മണിക്കൂർ മാറ്റി വെക്കാം. ഞാനിന്ന് ചോറ് വെക്കുന്നത് ഈ കുക്കറിലാണ്. വറ്റിച്ച് വെച്ചാണ് ചോറ് വെക്കുന്നത്. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഈ വറുത്ത ഉള്ളിയിൽ ഓയിൽ ചേർക്കുക. ഓൾ സ്പൈസസ് ചേർക്കുക. കറുപ്പ, സ്റ്റാർ, കുരുമുളക്, ഏലക്ക, ഓൾ സ്പൈസസ് ഇതിലേക്ക് ചേർക്കുക. ഈ ഓയിലിലേക്ക് 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില. ഞാൻ ഇപ്പോൾ ഫിറ ബസ്മതി റൈസിൻ്റെ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 4.5 കപ്പ് വെള്ളം ചേർക്കുക. ഇതിലേക്ക് ഉപ്പ് ചേർക്കുക ആവശ്യത്തിനുള്ള. ചെറുനാരങ്ങ നീര്. ഈ വെള്ളം തിളച്ച് വരുമ്പോൾ ഫിറ ബസ്മതി റൈസ് ഇതിലേക്ക് ചേർക്കുക. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ ബസ്മതി റൈസ് ചേർക്കുക. ഈ വെള്ളത്തിൽ നിന്ന് ഈ മല്ലിയിലൊക്കെ കോരിയെടുക്കണം. അതിൻ്റെ ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ മല്ലിയിലും പുതിനയിലൊക്കെ കോരിയെടുത്ത് കളയുക. ഇത് മൂടി വെച്ച് ഒരു വിസിൽ പോകുന്നവരെ വെയിറ്റ് ചെയ്യുക. പാൻ അടുപ്പത്ത് വെച്ച് നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്ന മട്ടൻ ഈ പാനിലേക്ക് ചേർക്കുക. ഇത് നല്ല മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുക. മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നല്ല ജീരകവും ഏലക്കായും പൊടിച്ചെടുത്ത് അത് ഈ മസാലയിലേക്ക് കുറച്ച് ചേർക്കുക. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതിൻ്റെ ടേസ്റ്റാണ് കൂടുതലായിട്ട് വരേണ്ടത്. ഇതിപ്പോൾ നമ്മളുടെ സെക്കൻഡ് റൗണ്ട് ക്വാർട്ടർ റൗണ്ടിൻ്റെ സെക്കൻഡ് ഗ്രൂപ്പിനെ മത്സരം. അവർ ദ്രുതഗതിയിൽ കുക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമുക്കൊന്ന് വിസിറ്റ് ചെയ്യാം. വിശേഷങ്ങളൊക്കെ ചോദിക്കാമല്ലോ. ഇതിവിടെ എന്താണ് ചെയ്യാൻ പോണേ? ഹൈദരാബാദി മട്ടൻ ബിരിയാണി. ഹൈദരാബാദി എൻ്റെ കൂടെ ഒരു മാറ്റം വരുത്തിച്ചിട്ട് ചിക്കൻ മാറ്റി പാടായിരിക്കും. പക്ഷെ മട്ടൻ ഭയങ്കര ഒരു ടേസ്റ്റ് അതിന്റെ കുക്കർ യൂസ് ചെയ്തു അല്ലേ? കുക്കർ യൂസ് ചെയ്ത് ടൈം കിട്ടൂലല്ലോ. അപ്പൊ ഞാൻ 1.5 മണിക്കൂറേ ഉള്ളൂ. അതാ പറഞ്ഞ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. 1/2 കിലോ മട്ടൺ. റൈസിനെ കുറിച്ച് ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് നമ്മളുടെ റൈസ്? നല്ലതാണ്. നല്ല ബസ്മതി ലോങ് ടൈം. കാരണം കഴുകുമ്പോ ഒക്കെ നല്ലൊരു അങ്ങനെയില്ല, നല്ല മണം. പിന്നെ കഴുകുമ്പോ പൊട്ടിപ്പോകുന്നില്ല. ഇഷ്ടായിട്ടുണ്ട്. ചില ബസ്മതി അരി പൊട്ടിപ്പോകുമല്ലോ കഴുകുമ്പോ, അങ്ങനെ. അപ്പൊ അത് വന്നിട്ടില്ല. നല്ല നേരത്തെ പിന്നെ റൗണ്ടിൽ വന്നവരും പറഞ്ഞു. അതെ. ഈ മട്ടനിലേക്ക് ഈ മസാലയൊക്കെ നല്ലോണം പിടിച്ചു വന്നിട്ടുണ്ട്. മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. ഇതിൻ്റെ വിസിൽ പോയിട്ടുണ്ട്. ഈ കുക്കറിൻ്റെ അടുപ്പ് തുറക്കാം. നല്ല ഫിറ റൈസിൻ്റെ ഈ കുക്കറിൽ വെച്ചിട്ട് നല്ല ലോങ് ടൈപ്പ് അരിയാണ്. ഒട്ടും ഉടഞ്ഞു പോയിട്ടില്ല. കളറിന് വേണ്ടി ഞാൻ കളറും ചേർക്കില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി,
മട്ടൻ വേവിച്ച സ്റ്റോക്ക് ഉണ്ട്, അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ചോറ് ഇതിലേക്ക് ദമ്മിടാം. ഈ മസാലയിലേക്ക് ചോറ് ദമ്മിടാം. ഇതിലേക്ക് ഈ മഞ്ഞൾ ചേർത്ത് വെച്ചത്, ഇത് മട്ടൻ വേവിച്ച് വെച്ച സ്റ്റോക്കിലാണ് മഞ്ഞൾ ചേർത്തത്. പൊരിച്ച ഉള്ളി, നല്ല ജീരകവും ഏലക്കായും പൊടിച്ചത്, കുറച്ച് ഗരം മസാല, മല്ലിയില, ഇതിൻ്റെ മേലെ പിന്നെ ആ പ്രൊസീജിയർ തന്നെ ചെയ്യാം. ഉള്ളി പൊരിച്ചത്, കുറച്ച് മല്ലിയില. ഇന്ത്യൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ മല്ലിയില പുതിനയിലേൻ്റെ ഒക്കെ ടേസ്റ്റ് കുറച്ച് മുന്നിട്ട് നിൽക്കും. ഇത് മൂടി വെച്ച് 15 മിനിറ്റ് ദം ചെയ്തെടുക്കാം. ഇവിടെ ദം സ്റ്റേജ് ആണോ? ദം ചെയ്ത് മട്ടൻ മട്ടൻ ദം ചെയ്ത് കഴിഞ്ഞു. അപ്പം നിങ്ങൾ കറക്റ്റ് എല്ലാവരും ഓൾമോസ്റ്റ് ടൈമിന് മുന്നേ തീർക്കുന്ന എനിക്ക് തോന്നുന്നത്. 1.5 മണിക്കൂർ വേണ്ടി വന്നു. ഞങ്ങൾ കണ്ണൂർ ജില്ലയല്ലേ, എല്ലാവരും കണ്ണൂരാണ്. നിങ്ങൾ 4 കണ്ണൂർ ബിരിയാണിയാണ് നിങ്ങളുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയാണ്. ഇതിനൊന്നും അധികം സമയമൊന്നും വേണ്ടല്ലേ, ഒരു പ്ലാനിങ് മതി. ഈ മാറിനേഷന് സമയക്കുറവുണ്ട് എന്നൊക്കെ അത് കുറച്ച് സോഫ്റ്റ് ഒന്ന് കുറഞ്ഞു കിട്ടും. പക്ഷെ അത് കുഴപ്പമില്ല, എല്ലാവർക്കും കമ്പാരിറ്റീവ് ആയിട്ട് നോക്കുമ്പോൾ ഒരു പ്രശ്നം. ഞാൻ 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ചോറ് വെച്ചു. 10 മിനിറ്റ്. ഇതിപ്പോ ഹൈദരാബാദി അല്ലേ ചെയ്യുന്നത്? അതെ, സ്റ്റൈലൊരു ഇതിപ്പോ 3ാമത്തെ ഹൈദരാബാദിയാണ് ഈ റൗണ്ടിൽ നമ്മൾ. എൻ്റെ ഒരു സ്റ്റൈൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇതില് നല്ല ജീരകവും ഏലക്കായും. അതാണ് മെയിൻ. ഇതിന്റെ സാജീരകമുണ്ടോ ഇതിനകത്ത്? സാജീരകം, നല്ല ജീരകം, സാജീരകം ഇട്ടിട്ടുണ്ട്, ചോറ് വെക്കുമ്പോൾ ഇട്ടിട്ടുണ്ട്. നല്ല ജീരകവും ഏലക്കായും പൊടിച്ചിട്ട് അത് ഇതിലേക്ക് മസാലയിലേക്ക് ചോറിന്റെ മെയിൻ വരുന്ന ഇതാണ്. ഈ ചോറ് ഞങ്ങൾക്ക് ഇപ്പോൾ 15 മിനിറ്റ് ചോറ് ദമ്മായിട്ടുണ്ട്. ഈ ചോറിനെ നമുക്കിപ്പോൾ മിക്സ് ചെയ്തെടുക്കാം. ഇതിനെ നമുക്ക് സേവിങ് ബോളിലേക്ക് മാറ്റാം. സേവിങ് ബോളിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്വാദിഷ്ടമായ ഫിറ ബസ്മതി റൈസ് കൊണ്ടുണ്ടാക്കിയ ഹൈദരാബാദി മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്.